ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ഈ ജൂലൈ മാസം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഇരുകരങ്ങൾ ഉയർത്തി ദൈവമക്കൾ ഒരു ഹല്ലേലൂയ വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ മക്കൾക്ക് ഇരിക്കാം. കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മക്കളെ. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒരുപാട് പരിഗണിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുതൽ ദൈവമക്കളുടെ മേലുണ്ട്. ഹല്ലേലൂയ ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറ ഹല്ലേലൂയ. നോക്കളെ, why are you here or why am I here? എന്തുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു? കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം കരുണ കാണിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ പരിഗണിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ആയിരിക്കും. നമ്മൾ ഏത് അവസ്ഥയിൽ ഏത് അനുഗ്രഹത്തിലാണോ അതിലൊറ്റ കാരണമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ളൊരു മാസമാണ് ജൂലൈ മാസം. ഈശോയുടെ തിരുരക്തത്തിന്റെ മാസമാണ്. കഴിഞ്ഞ മാസം തിരുഹൃദയത്തിന്റെ മാസമായിരുന്നെങ്കിൽ തിരിച്ചോരയുടെ മാസമായത്. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ഇന്ന് ഈ മാസം മുഴുവൻ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ഈശോയെ, അങ്ങയുടെ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. പറഞ്ഞേ, ഈശോയെ, അങ്ങയുടെ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ഈശോയെ, അങ്ങയുടെ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ഏത് കാര്യമോ, ഏത് പ്രതിസന്ധിയോ, ഏത് പ്രശ്നമോ, ഏത് തകർച്ചയോ ആയിക്കൊള്ളട്ടെ, ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാ. നമ്മൾ എന്തുവായിക്കോ, നിങ്ങൾ നോക്കിയോ, പ്രാർത്ഥിച്ചു നോക്കിക്കോ. ഈ മാസം നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതവസ്ഥ, ഇപ്പൊ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏതവസ്ഥയാണെങ്കിലും ശരി, ആ അവസ്ഥ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞ്, ഈശോയെ, ഈ അവസ്ഥയെ തിരിച്ചോര കൊണ്ട് കഴുകണമേ. ഈശോയെ, തിരിച്ചോര കൊണ്ട് കഴുകണമേ. രോഗികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈശോയെ തിരിച്ചോര കൊണ്ട് കഴുകണമേ. ആരെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെങ്കിൽ ഈശോയെ തിരിച്ചോര കൊണ്ട് കഴുകണമേ. പറഞ്ഞേ, ഈശോയെ തിരിച്ചോര കൊണ്ട് കഴുകണമേ. ഒച്ചത്തി പറഞ്ഞ മക്കളെ, 10,000-10,000 പേരോളം ഇരിപ്പുണ്ടല്ലോ. ഒച്ചത്തി പറഞ്ഞേ, ഈശോയെ തിരിച്ചോര കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈതാത്തട. ഒരു അത്ഭുത പ്രാർത്ഥനയാണ്, ഒരു കുഞ്ഞി പ്രാർത്ഥന. ഈശോയെ തിരിച്ചോര. ഒരു വിഷയമുണ്ട്. ഇവിടെ സിസ്റ്റർ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ദൈവങ്ങൾ പറഞ്ഞു, ഈശോയെ, സിസ്റ്ററിനെ തിരിച്ചോരയാൽ കഴുകണമേ. ഈശോയെ, സിസ്റ്ററിനെ തിരിച്ചോരയാൽ കഴുകണമേ. അഭിയുടെ പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ 18ാം വാർഷികം നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, തിരിച്ചോരയാൽ അഭിയുടെ പിതാവിനെ കഴുകണമേ. ഈശോയെ, തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥിച്ചു നോക്കിക്കോ. നിങ്ങളൊരു കേസിൽ നിന്ന് പോവുക, ഈശോയെ തിരിച്ചോരയാൽ ഈ കേസിനെ കഴുകണമേ. ഒരു രോഗപീഠയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥി, ഈശോയെ തിരിച്ചോരയാൽ എന്റെ ഈ രോഗപീഠയെ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ പ്രശ്നം തീരും മക്കളെ. ഇന്നത്തെ തിരുവചനം മുഴുവൻ ദൈവം കർത്താവ് പറയുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിച്ച് ഈ മാസം മുഴുവൻ മക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരിച്ചോര കൊണ്ട് കഴുകുന്ന ഏറ്റവും ഡെലിക്കേറ്റ്, കഴുകാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പാപമാണ്.
ആ പാപത്തെ പോലും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കളയാൻ പറ്റും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇരുന്നാലും അനുഗ്രഹം കിട്ടത്തുള്ളൂ കേട്ടോ. കഥ കേട്ടുകൊണ്ടിരുന്നാലും പാട്ട് കേട്ടുകൊണ്ടിരുന്നാലും ചുമ്മാ നോക്കിയിരുന്നാലും വെറുതെ ഇരുന്നിട്ട് പോകത്തേ ഉള്ളൂ. ഹൃദയം ചൊലിച്ച് ഈ പ്രാർത്ഥനകൾ അച്ഛൻ പറയുമ്പോൾ ചേർന്ന് ഒച്ചത്തിൽ ആത്മാർത്ഥതയിൽ പറയുമ്പോഴാണ് അത് അഭിഷേകമാകുന്നത്. ഹല്ലേലൂയ. ഈശോയുടെ തിരിച്ചോരയാൽ കഴുകണമേ, ഈശോയുടെ തിരിച്ചോരയാൽ കഴുകണമേ. ഹൃദയം നോക്കിയാൽ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. ഹല്ലേലൂയ. 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 നമ്മളെ ധാരാളം പ്രാർത്ഥന ഓരോ വിഷയവും ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തൊരു വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആര് ക്രിസ്തുവിനെ കർത്താവും രക്ഷകനും ദൈവവുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ അവർക്ക് വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. പള്ളി പുസ്തകത്തിൽ പേരെഴുതിയവരെ അല്ല അച്ഛൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ആര് ക്രിസ്തുവിനെ രാജാവും ദൈവവും രക്ഷകനുമായിട്ട് ഏറ്റുപറയുന്നത് അവരെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പവറാ മക്കളെ, ഇതൊരു പവറാണ്. ക്രിസ്തു അവന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോര, അവന്റെ തിരുമുഖങ്ങളിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയ്ക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തില് കുഞ്ഞാടിന്റെ ചോരയ്ക്ക് ഇസ്രായേൽ മക്കളെ ആ പുറപ്പാടിന്റെ സംഭവത്തിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് കണ്ട കാഴ്ചയാണ്. ദൈവം പറഞ്ഞു കുഞ്ഞാടിനെ കൊന്നിട്ട് കട്ടളപ്പടിയിൽ പുരട്ടിക്കോ, ആ വീട്ടിലുള്ള ആരും മരിക്കത്തില്ല. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് മനുഷ്യന് കണ്ട കാഴ്ചയായത്. ദൈവം പറഞ്ഞ ആ കാര്യം നടന്നെങ്കിൽ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിലെ ചോര കൊണ്ട് കട്ടളപ്പടിയിൽ കുരിശടയാളം ഇട്ടപ്പോ ആ വീട് രക്ഷപ്പെടെങ്കിൽ ക്രിസ്തുവിന്റെ ചോരയാൽ സുരക്ഷിതമാക്കപ്പെടാത്ത രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോ ഒരു വിഷയമോ ഒരു കാര്യമോ ഇല്ല. ഹല്ലേലൂയ. മക്കളെ ഗ്രഹിക്കണം, ഇത് വിശ്വസിക്കണം മക്കളെ. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ മക്കളെ. നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കിട്ടും. നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ കുടുംബത്തിൽ പള്ളി പോകാത്ത ഒറ്റയെണ്ണം പള്ളി പോകത്തില്ല വീട്ടില്. ചേച്ചി ചോദിച്ച ബാക്കി ആർക്കും വിശ്വാസമില്ല വീട്ടില്. ചേച്ചിയുടെ വിശ്വാസം കൊണ്ട് ചേച്ചിയുടെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഹല്ലേലൂയ. പറയുള്ളൂ മക്കളെ. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇതാ എന്റെ വിശ്വാസം കൊണ്ട് ദൈവങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു കുടുംബനാഥന്റെ വിശ്വാസം കൊണ്ട് ആ കുടുംബം മുഴുവൻ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥന്റെ വിശ്വാസം കൊണ്ട് ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഒരു സഹോദരന്റെ വിശ്വാസം കൊണ്ട് ആ കുടുംബത്തിലെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സൗഖ്യം പ്രാപിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് വല്ലാത്തൊരു ബന്ധമാണ് മക്കൾ. ബാക്കിയൊക്കെ വെറുതെയാകട്ടോ, ബാക്കിയെല്ലാം വെറുതെ. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. നമ്മൾ കഴിക്കുന്ന മരുന്നിന് കാര്യമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനില്ല മക്കളെ. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ട് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ, വലതുകരമേർത്തി ഹല്ലേലൂയ. ഈ ദിവസം കഴിഞ്ഞ ദിവസം ഒരു മകള് സത്യത്തിൽ വിഷമിച്ചൊക്കെ ഇവര് പോയത് ഹോസ്പിറ്റലിൽ, വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. ക്യാൻസർ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ബ്ലഡിലെ കൗണ്ടൊക്കെ വല്ലാതെ കുറയുക. വിശുദ്ധ കുരിശും വരച്ചു, ഒരു നൊവേനെ ഏറ്റെടുത്തു. അവർ പ്രാർത്ഥിച്ചു, അവർ പോയി. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകണം പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കത് വെറും കയ്യടി പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ മരണത്തിന് കാരണമാകാവുന്ന ഒരു രോഗം എൻ്റെ ശരീരത്തിലില്ല എന്ന് കൺഫേം ചെയ്ത് കിട്ടുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു ധൈര്യമുണ്ട്, ഒരു നന്ദിയുണ്ട്. ആ നന്ദിയോടെ ഒരു ഹല്ലേലൂയ വിളിച്ച്. ഹല്ലേലൂയ. ഭർത്താവിന്റെ പ്രവർത്തനമായത്, മനുഷ്യന്റെ പ്രവർത്തനമല്ല.
നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കർത്താവേ എന്ന് വിളിക്കാനല്ലാതെ, കർത്താവേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു, കർത്താവേ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു പറയാനല്ലാതെ നമുക്കൊന്നും പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജൂലൈ മാസത്തെ ആദ്യത്തെ ആഴ്ചയാണ്, അത്ഭുതങ്ങളുടെ ആഴ്ച. നമുക്ക് ആദ്യ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം അതുപോലെ സംഭവിക്കും. ആദ്യ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം അതുപോലെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു ഈ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വിഷയം ഇപ്പം പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ മക്കളുടെ ജീവിതത്തിലേക്ക് ഈ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് നിർബന്ധമാണ് 13 നോവന, നിർബന്ധമാണ്. അനുഗ്രഹിക്കപ്പെടേണ്ടവർക്ക് നിർബന്ധമാണ് ഇന്ന് 13 നോവന. അനുഗ്രഹിക്കപ്പെടേണ്ടവർക്ക് ഇന്ന് നിർബന്ധമാണ് 13 നോവന. ഇഷ്ടമുണ്ടായാലൊന്നും അല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. 13 നോവന, ഇറ്റ് ഇസ് എൻ ഒബ്ലിഗേഷൻ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് വചനം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ 13 നോവനകളുള്ള ഹല്ലേലൂയ, എല്ലാവർക്കുള്ള കടമയാണ്. നീ നിന്റെ ജീവിതത്തിൽ ഒരു വിസ്മയം കാണാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാൻ. നമ്മൾ ചില കാര്യങ്ങൾ വെറുതെ എന്ന് പറയും. ആ വെറുതെ എന്ന് പറയുന്നത് ദൈവത്തോടാണ്. എന്തു പറ്റും? ആ വാതിലങ്ങ് അടഞ്ഞു പോകും. ആ വാതിലങ്ങ് നിസ്സാരമായിട്ട് കാണില്ല. ഒരു ആത്മീയ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് തരുമ്പോൾ എന്നോട് പല മക്കളും പറയും, അച്ഛൻ പറയും ഞങ്ങൾ അതുപോലെ അനുസരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാണ്. പക്ഷെ പലരും പറഞ്ഞിട്ടുള്ള വാക്യമാണ്, അച്ഛൻ എന്നാ പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. അച്ഛൻ 13 പറഞ്ഞാൽ 13, അച്ഛൻ 30 എന്ന് പറഞ്ഞാൽ 30, അച്ഛൻ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി, അച്ഛൻ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവാസം, അച്ഛൻ നോയമ്പ് എന്ന് പറഞ്ഞാൽ നോയമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് തോന്നിയതല്ലല്ലോ മക്കളെ, പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നതല്ലേ, പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നതല്ലേ. പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുമ്പോൾ എളിമയുണ്ടെങ്കിൽ നമുക്ക് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. എളിമയുണ്ടെങ്കിൽ നമുക്ക് അനുസരിക്കാം. നമ്മൾ വളരെ എളിമയുള്ള വ്യക്തി, ഒന്നും അനുസരിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് ഒരു വെളിപ്പെടുത്തലും അനുസരിക്കത്തില്ല. എന്നിട്ട് എളിമയുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? മനുഷ്യനല്ല മക്കളെ, ദൈവത്തെ അനുസരിക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പെടുത്തലുകളെ അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. അത് നീ അനുസരിക്കുമ്പോൾ നീ ഐശ്വര്യം പ്രാപിക്കുന്ന യെശയ്യാ വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം നമുക്കൊക്കെ കിട്ടും. രാത്രിയിൽ ഉണർന്നപ്പോൾ ആദ്യം എത്രയോ മക്കളുണ്ടെന്നറിയാവോ? രാത്രി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥി എത്രയോ മക്കളുണ്ടെന്ന് ഈ കൂട്ടായ്മയിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. യുവതി യുവാക്കന്മാര്, ഉഴപ്പന്മാരും ഉഴപ്പത്തികളും വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥി. ഉഴപ്പനെന്നാണ് നമ്മളവനെ വിളിക്കുന്നത്. അവനെ നമ്മൾ വിളിക്കുന്ന വെളുപ്പന്, അവനെ വിളിക്കുന്ന ഉഴപ്പനെന്നാ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാഴ്ച തുടർച്ചയായിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊക്കെ പുണ്യാളന്മാരും. കൂക്കം വലിച്ച് പുകച്ചു പൊടി കിടന്നവനൊക്കെ പുണ്യാളൻ. വെളുപ്പാങ്കാലത്തുണ്ടെന്ന് പ്രാർത്ഥിച്ചവൻ അവൻ ഉഴപ്പൻ. ഹല്ലേലൂയ. അവങ്ങളെ എടുക്കുന്ന ത്യാഗത്തിന് പ്രതിഫലമുണ്ട് മക്കളെ. ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ള എൻ്റെ ഒരു ബോധ്യം, എൻ്റെ മനസ്സിലെ ആഴമേറിയ ബോധ്യമാണ്. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗത്തിന് കർത്താവ് ഒരു പ്രതിഫലമുണ്ട്. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥിക്കാൻ വ്യത്യാസമുണ്ട്. ഉപവസിച്ച നിങ്ങൾ 4 നേരം നന്നായിട്ട് കഴിച്ച് ഇറച്ചി മീനും മുട്ട എല്ലാം കൂടെ കഴിച്ചിട്ട് അവസാനം വന്നിട്ട് ഹല്ലേലൂയ വിളിച്ചുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹം കിട്ടത്തില്ല. നീ ത്യാഗം എടുത്ത്, വിശപ്പുണ്ട് കൊതിയുണ്ട്, വിശപ്പ് കൊണ്ട് കൊതിയുണ്ട് കഴിക്കാൻ. വേണ്ടെന്ന് എനിക്ക് വേണ്ടിയല്ലെന്ന്, ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുക. ഇത് വിശപ്പ് കൊണ്ട് കൊതിയുണ്ട്, 2 കാര്യം കൂടെ കൂടിയ പിന്നെ നിവൃത്തിയുണ്ടോ? രക്ഷയുണ്ടോ? വിശപ്പ് മാത്രമാണ് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി, കൊതിയും കൂടെ കൂടിയിരിക്കുക. വിശപ്പും കൊതിയും വേണ്ടെന്ന്, വേണ്ട ഒച്ചത്തിൽ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ പറയണ മകളെ, ഒരു ഭക്ഷണത്തോട് കൊതി തോന്നിയാൽ അത് കഴിക്കരുത്. ഒരു ഭക്ഷണത്തോട് കൊതി തോന്നിയാൽ അത് കഴിക്കരുത്. എല്ലാം ഉണ്ടാതിരുന്നു, ഇപ്പം കിട്ടും. ഉറപ്പുള്ള കാര്യമല്ല. മേശപ്പത്ത് വിളമ്പുന്ന ഏറ്റവും കൊതി തോന്നുന്ന ഒരു ഭക്ഷണം അത് കഴിക്കാതെ നോക്കിക്കേ, നിന്റെ ജീവിതത്തിൽ അഭിഷേകം പടരുന്ന കാണാൻ പറ്റും. എല്ലാരും രോഗികളായി ഇന്ന്. എന്നാ കാര്യം? ആർത്തിയും കൊതിയുവാ. ആർത്തിയും കൊതി നിർത്തിക്കഴിഞ്ഞാൽ കൃപ കിട്ടും മക്കളെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കില്ലെന്നൊന്നും അല്ല അച്ഛൻ പറഞ്ഞ കേട്ടോ. നിങ്ങൾ കഴിച്ചു, പക്ഷെ അച്ഛൻ പറഞ്ഞു അത് കൊള്ളാലൊന്ന് വിചാരിക്കാം, നിർത്തിയേക്കണം. വേണ്ടത് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനം മേശപ്പുറത്ത് കഴിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല, ഷുഗർ ഉണ്ടാകത്തില്ല, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആവത്തില്ല, വഴിക്കൊണ്ട് നടന്നു പോകുമ്പോൾ ബോധം കെട്ട് വീഴത്തില്ല. ഹല്ലേലൂയ. ഉറപ്പല്ലേ മക്കളെ? ഉറപ്പല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ അപ്പൂപ്പന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു.
നിങ്ങളുടെ അപ്പൂപ്പന് ഡയബറ്റിക് ആയിരുന്നു? ഒന്നുമല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് 30 കൊല്ലം കൊണ്ട് വന്നാൽ 50 കൊല്ലം കൊണ്ടുണ്ടായ രോഗങ്ങളാണ് മക്കളെ. അന്ന് ആർത്തി കൂടിയത്. പണ്ട് കഷ്ടപ്പാടാണ് കൂടുതൽ. പണ്ട് നമ്മുടെ കാർന്നവന്മാർ കഷ്ടപ്പെട്ടവരാ, അവര് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സംസ്കാരമുണ്ട് മക്കൾ, ഒരു ആത്മീയ സംസ്കാരമാണ് അത്. ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയമൊക്കെ ഞാനൊക്കെ വചനം പോവും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വചനത്തേക്ക് കുമ്പസാരിക്കണമെന്ന്. ആദ്യ ചൊവ്വാഴ്ച ആദ്യ വെള്ളിയൊക്കെ വരില്ല, കുമ്പസാരിക്കണം. കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാരാണോ? നല്ലൊരു കുമ്പസാരം, ഒരു കൈവപ്പ് വാങ്ങിക്കണം. മാസത്തിൻ്റെ തുടക്കമല്ലേ, നല്ലൊരു കൈവപ്പ് വാങ്ങിച്ചു. അച്ഛന്മാരോട് കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടൊരു കൈവപ്പ് വാങ്ങിച്ചു. അവൾ അഭിഷേകം ഉറപ്പാ കുഞ്ഞുങ്ങളെ. മാസത്തിൻ്റെ ആദ്യത്തെ ഒരു 13 ദിവസം 13 നൊവേന വെച്ച് ചൊല്ലിക്കും. അനുഗ്രഹം ഉറപ്പാ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിലേക്ക് വരാം. യെശയ്യാ വചനം കർത്താവിൻ തന്ന 44-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബേ, നീ ഇത് ഓർമ്മിക്കുക. റിമെമ്പർ ദിസ് ജേക്കബ്. യാക്കോബ്, നീ ഇത് ദൈവ ഓർമ്മയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം മക്കളെ. ദൈവവചനത്തിൻ്റെ ഓർമ്മ. നീ ഒരു വഴിക്കിറങ്ങി തിരികെ ഒരു കാര്യം ചെയ്യാൻ പോവുക, ആ സമയത്ത് ദൈവത്തെ ഒന്ന് ഓർക്കണം, ദൈവത്തിൻ്റെ വചനത്തെ നീ ഓർക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആഴ്ചകളിലൊക്കെ വചനം നിങ്ങൾ കേട്ടായിരുന്നു? കഴിഞ്ഞ ഞായറാഴ്ചത്തെ വചനം സൂപ്പർ അല്ലേ? ജീവിക്കാൻ അതുപോലെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ യായിറൂസിന്റെ മോളെ സുഖപ്പെടുത്താൻ പോവുക. കൊച്ചു മരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേന് ഈശോ പറയും, നീ ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കൊച്ചു മരിച്ചെന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ കർത്താവ് പറഞ്ഞ വാക്കാ, നിന്റെ യാത്രകളിൽ ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ നീ തളർന്നു വീഴത്തില്ല കുഞ്ഞെ. അവള് തളർന്നു വീഴാനുള്ള കാരണം അതാ. നിന്റെ യാത്രകളിൽ ദൈവത്തിന്റെ മുഖം നീ ഓർമ്മിച്ചെടുത്ത നീ മടുക്കത്തില്ല, നീ വിഷമിക്കത്തില്ല, നീ നിരാശപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലെ ഓർമ്മിക്കുക. യാക്കോബും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തന്നെയാണ്. യാക്കോബിന്റെ പേര് തന്നെ ഇസ്രായേൽ. യാക്കോബിന് ദൈവം ഇട്ടുകൊടുത്ത പേരാ ഇസ്രായേൽ. ഇസ്രായേൽ ആകുന്നതിന് മുമ്പ് യാക്കോബ് എന്ന ചതിയനും വഞ്ചകനും ദുഷ്ടനും ഒക്കെ ഒരു മനുഷ്യനുണ്ട്. എടാ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. സഹോദരനെ ചതിച്ച നിന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പനെ ചതിച്ച നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ദൈവങ്ങളെ ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ്. അതാ പറഞ്ഞ യാക്കോബെ നീ ഓർമ്മിക്കുക, ഇസ്രായേലെ നീ ഓർമ്മിക്കുക. ദൈവാനുഭവത്തിലേക്ക് വന്നു. ഇസ്രായേൽ, യാക്കോബ് ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമായിട്ട്, ഒരു ജനതയായിട്ട് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ജനതയായിട്ട് യാക്കോബ് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, അഭിഷേകത്തിന് ഒരു അടുത്ത തലമുണ്ട് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഇവിടെ നിൽക്കാനല്ല, ഈ പ്രാർത്ഥന അടുത്ത പ്രാർത്ഥനയിലേക്ക് കടക്കണം. ഈ ദൈവാനുഭവത്തിൽ നിന്ന് അടുത്തൊരു ദൈവാനുഭവം ഉണ്ട് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഇടയ്ക്കൊക്കെ. ഞങ്ങളൊരു പ്രകാശം കണ്ടു, ഞങ്ങളൊരു സ്വരം കേട്ടു, കുർബാനയിൽ ഒരു സ്വരം കേട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ വെച്ചോ, ഞങ്ങൾ കൊന്തയിലുമ്പോൾ സ്വരം കേൾക്കും. ഇന്നലെ ആരാണോ എന്താന്നുള്ളത് മറന്നുപോയി. ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നല്ലൊരു പൈതൽ ഒരു ദൈവമകനെ കണ്ടപ്പോൾ അവൻ പറയുമായിരുന്നേ, അവൻ്റെ കാലൊടിഞ്ഞ്, വിദേശത്താണ്, കമ്പിയിട്ട് കാലിങ്ങനെ നിവർന്നിരിക്കുക. ഈ മുട്ടുമടക്കാൻ പറ്റത്തില്ല ഈ മനുഷ്യന്. ഇപ്പം പറയുകയാണ്, ഈ മനുഷ്യൻ ഇപ്പം എന്നോട് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ കാര്യം, ഒരച്ഛനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അജയച്ചനുണ്ടായിരുന്നു. ഇങ്ങനെ കാല് നീട്ടി നടക്കുന്നത്, ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കണമെങ്കിൽ മുമ്പിലിരിക്കുന്നത് തോളത്തി ഔട്ടണം. മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാലിങ്ങനെ പൊങ്ങും. ഈ പയ്യനും പറയുമായിരുന്നു, പ്രാർത്ഥിച്ചിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ, ഒരു സ്ത്രീ എൻ്റെ ചെവി പറഞ്ഞു, നിന്റെ കാല് താത്തിട്ട്. ജപമാല ചൊല്ലിയപ്പം ഒരു സ്ത്രീ സ്വരം കേൾക്കുക. അവൻ പറഞ്ഞു, ഒരു അമ്മയുടെ സ്വരം. അവനങ്ങനെ പറഞ്ഞു, ഒരു അമ്മയുടെ സ്വരം കേട്ടു, നിന്റെ മുട്ട് താത്തു വെക്ക്. ആളെന്നോട് പറഞ്ഞാണ്, ആ സമയത്ത് ആ മുട്ട് ഞാൻ താത്തു വെച്ചു. പിന്നീട് ഒരിക്കലും എൻ്റെ കാല് നീട്ടി വെക്കേണ്ടി വന്നില്ല.
ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോ, ഒരു ജപമാല ചൊല്ലുമ്പോ, ഒരു കരുണക്കൊന്ന് ചൊല്ലുമ്പോ, ഒരു കുർബാനയിൽ പങ്കെടുക്കുമ്പോ, ഒരു തിരുവചനം വായിക്കുമ്പോ ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ മുഖവും ഒക്കെ നമ്മൾ തെളിയും. ഹല്ലേലൂയ. തിരിച്ചറിയുക. അല്ല, ചുമ്മാ ഒരു പരിപാടിയൊന്നല്ലത്. എടകുട്ടാ, നീ ഇവിടെ ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പോ അവിടെ ഇരുന്നുകൊണ്ട് തമ്പുരാൻ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചറിയണം. നമുക്ക് ഇവിടുന്നുള്ള കാര്യം മാത്രമായിട്ട് പ്രാർത്ഥന തീരുക. ഇവിടുന്നുള്ള കാര്യമല്ല പ്രാർത്ഥന, അവിടുന്നുള്ള കാര്യമാ പ്രാർത്ഥന. ഇവിടുത്തെ ഒരു പ്രാർത്ഥന വരുമ്പോ അവിടുത്തെ അതിലും വലിയൊരു കൃപ പെയ്യുന്നുണ്ട്. വിശ്വാസമില്ലാത്തവരെല്ലാം കൂടെ കൂടിയിരിക്കും. ഒന്നിച്ച് ഹല്ലേലൂയ. ഞങ്ങളെ കണ്ണു കാണിച്ച് പ്രാർത്ഥിക്കണപ്പ. വചനം വായിച്ചൊക്കെ വിശ്വസിക്കാം. വചനത്തിൽ ബലപ്പെട്, സംഭവിക്കും അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബേ, നീ ഇത് ഓർമ്മിക്കുക. ഇസ്രായേലെ, നീ ഓർക്കുക, നീ എൻ്റെ ദാസനാണ്. കൂലിക്കാരനല്ല ബൈബിളിൽ ദാസൻ എന്നൊക്കെ പറയുന്നത്. ഈശോയെ പറ്റി പറയുന്നത് സെർവന്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാസൻ. ദേവമക്കളെ, ബൈബിളിൻ്റെ പാരമ്പര്യത്തിൽ ഒരു സേവകൻ എന്ന് പറഞ്ഞാൽ, ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു മകനേക്കാളും പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും അപ്പൻ്റെ താക്കോല് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ താക്കോല് മകൻ്റെ കയ്യിലല്ല കൊടുക്കുന്നത്, ദാസൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പിടി വായിക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ ഇത്? നമ്മൾ വീട്ടിലെ കലവും പാത്രവും കഴിക്കുന്നവർ വരെ ദാസനെന്നല്ല. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവൻ എന്തുമാത്രം വിശ്വസ്തനായിരിക്കണം. അല്ലെങ്കിൽ അവൻ കൊടുക്കുന്നത് ചിലപ്പം വിഷമായി മാറും. ഇവൻ വിളമ്പിത്തരുന്നത് വിഷമല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ആരിലും, അതാണ് തിരുവചനത്തിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസൻ, എബദ്യാവേ, ദൈവത്തിൻ്റെ ദാസൻ. ഹല്ലേലൂയ. നമ്മൾ സഹനദാസന്റെ കീർത്തനം യെശയ്യായിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ. നമ്മള് നീ എൻ്റെ ദാസൻ, നീ എനിക്ക് വേണ്ടിയിട്ടുള്ളതാ. ദാസൻ യജമാനന് വേണ്ടിയിട്ടുള്ള. ദൈവമക്കൾ, ഞാനും നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള മക്കള്. അച്ഛൻ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ജീവിതം കൊണ്ട് ദൈവം മഹത്വപ്പെടണം. ഒരു കുടുംബനാഥൻ്റെ, ഒരു സഹോദരൻ്റെ, ഒരു സഹോദരിയുടെ നമ്മുടെ ജീവിതം ദൈവം മഹത്വപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൂലിപ്പണിയുടെ കാര്യമോ ദാസ്യപ്പണിയുടെ കാര്യമോ അടിമത്തത്തിന്റെ കാര്യമൊന്നും അല്ല മകനെ. ഇതിനകത്തൊരു വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മെത്രാനച്ചൻ പറയുക, സെബാസ്റ്റ്യൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ആ വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്കലും ഞാൻ കൂലിക്കാരനാണെന്ന് ചോദ്യം വരും. ഒത്തിരി സന്തോഷമാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിതാവ് ചോദിക്കുന്നത് ചോറ് തരാമെന്ന് ചോദിച്ചാലോ നിങ്ങൾ കൂലിക്കാരാവോ? ഇല്ല. അയ്യോ, എന്തൊരു സന്തോഷമാണ് അത്. ദൈവമക്കളെ, അതിൻ്റെ ഒരു ലെവൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മളുമായിട്ടുള്ള ദൈവബന്ധങ്ങൾ. ദൈവമേ, നിന്റെ ദാസനാ ഞാനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു. നോക്ക്, അപ്പൻ മകനെ സൃഷ്ടിച്ചു, അല്ലെ കുടുംബ മാതാപിതാക്കളിൽ മക്കൾ ജനിച്ചു എന്ന് പറയുന്ന പോലെ നിന്നെ ജനിപ്പിച്ചത് ഞാനാ. I have created you. എന്തൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട്. ഇവന് 10ാം ക്ലാസ്സിലാണ് 98% മാർക്ക് കിട്ടിയതാണ്. +2 പരീക്ഷ തോറ്റുപോയി. +2 പരീക്ഷ തോറ്റുപോയി. അവൻ്റെ അമ്മ പറയുകയാണ്, ഇവൻ്റെ സകല കോൺഫിഡൻസ് പോയി. ടീച്ചർമാരാണ്ട് വഴക്ക് എന്താ മുഴുവൻ ഓർക്കണില്ല. കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ കാണാൻ കൊള്ളാവുന്നു എന്നല്ല മക്കളെ വിഷയം, നിന്റെ ഉള്ളിൽ എന്നാ ഉണ്ട് എന്നുള്ളതാ വിഷയം. ഇവന് ഭയങ്കര കോംപ്ലക്സ് ജീവിതം മുഴുവൻ. അവന് ഭയങ്കര ഭയം. നിങ്ങൾക്കറിയോ, ഈ ഭയം വർദ്ധിച്ച് എന്താന്ന് പ്രാന്താവും. ഓർത്തോ നിങ്ങൾ, ഈ ഭയം വർദ്ധിച്ച് പ്രാന്താവും. അതുപോലെ നമ്മൾ വിട്ടുകൊടുക്കും. നമ്മളെ ആന്തരിക സൗഖ്യം, ഈ കൈവപ്പൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സൗഖ്യം അതാ മക്കളെ. ഒരച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചാൽ കിട്ടുന്ന ഒരു അനുഗ്രഹം ഇതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് പറയല്ല. സൈക്കാട്രിക് പേഷ്യൻസ് ആണല്ലോ ഏതാനും പേരെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. വന്ന് കൈവപ്പ് പ്രാർത്ഥന നടത്തി അവർ സുഖപ്പെട്ടു പോയിട്ട് ഇന്ന് സുന്ദരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന മക്കളെ അച്ഛൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരുന്നു. ചുമ്മാ നല്ലത് വചനത്തെ കൈവച്ചുകൊണ്ട് ഞാൻ പറയണേ, വചനത്തെ കൈവച്ചുകൊണ്ട് അച്ഛൻ ഇത് പറയണേ. അപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഈ മക്കളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം. ദൈവമക്കളെ, ഇന്നലത്തെ വചനം ഉണ്ടായിരുന്നു, ഞായറാഴ്ചത്തെ വചനം അല്ലേ. ദൈവം ആരെയും നശിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല.
നിത്യതയ്ക്ക് വേണ്ടിയാ ദൈവം. ആരെയും രോഗിയാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ജീവന്റെ നിറമുള്ളവരാകാൻ വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. പൊന്നുമക്കളെ, ദൈവത്തോട് മുന്തിരിച്ചെടിയോട് ശാഖ ചേരുന്നത് പോലെ നമ്മൾ തമ്പുരാനോട് ചേർത്ത് വെച്ച് നിന്റെ സങ്കടം പോലും പോകുന്ന, നിന്റെ നിരാശ പോകുന്ന, നിന്റെ പരാതികളുമാകുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചു. നീ എൻ്റെ ദാസൻ തന്നെ. റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും നീ എൻ്റെയാ, എൻ്റെ ദാസനാ. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ എൻ്റെ സകല മുറിയിലും കയറി ഇറങ്ങാൻ അധികാരമുള്ളവനാ നീ. എൻ്റെ എല്ലാറ്റിൻ്റെയും താക്കോൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിന്നെയാ. ഒന്നും പിടികിട്ടുന്നില്ലെന്ന് പുറയിലിരിക്കുന്നവർക്ക് ഒന്നിച്ച് പറ ഹല്ലേലൂയ. അവളെ തമ്പുരാൻ പറയും, ഒരു കുടുംബനാഥം പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും. ഒരു കുടുംബനാഥം പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും. ഒരു യുവാവോ യുവതിയോ പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും. കാരണം ദൈവിക അനുഗ്രഹങ്ങളുടെ താക്കോല് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതല്ലേ ഈശോ പറഞ്ഞല്ലേ, പത്രോസിനോട് പറഞ്ഞേ, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ആര് ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ, ആര് എന്ത് ഈ അച്ഛന്മാർ ഇങ്ങനെ ചെയ്യുന്നേ? വൈദികൻ എങ്ങനെയാ രോഗികളെ സുഖപ്പെടുത്തുന്നത്? അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ശാപങ്ങൾ നീങ്ങിപ്പോകുന്നത്? അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ കൊച്ചുങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ പറ്റുന്നത്? അച്ഛന്മാര് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് 38 വയസ്സുകാരന്റെ കല്യാണം നടക്കുന്നത്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മകൻ, ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല, പറഞ്ഞില്ലെങ്കിൽ പറയാം, പറഞ്ഞു കാണുമായിരിക്കും, എങ്ങാണ്ടൊക്കെ പ്രസംഗം ചെയ്ത പ്രസംഗം, അതുകൊണ്ട് അറിയത്തില്ല. 38 വയസ്സായ കൊച്ചിന് കണ്ടാ ഒരു 10-27 വയസ്സൊക്കെ തോന്നത്തുള്ളൂ. ഈ അപ്പൻ്റെ നൊമ്പര, ഈ കൂടാരത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ ഒരാൾ അദ്ദേഹമാണ്. വിമലഗിരി കത്തീഡ്രലിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ ഈ ദേഹമാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെ ആ മനുഷ്യൻ പള്ളി വന്ന കരയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. 10-15 കൊല്ലമായിട്ട് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. 38 വർഷമായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ. അവളെ കല്യാണം നടക്കണില്ല, ഒരു കുഴപ്പമില്ല, നല്ല കുടുംബം, നല്ല ബാക്ക്ഗ്രൗണ്ട്, എല്ലാം നല്ലത്, നല്ലൊരു കൊച്ച്, പ്രാർത്ഥിക്കുന്ന കൊച്ച്. വിദേശത്ത് തന്നെ അവൻ അവധിക്ക് വന്നിട്ട് 2-3 ധ്യാനം കൂടി. 3ാമത് ധ്യാനം കൂടി കഴിഞ്ഞാൽ ഇനി മേലാ ധ്യാനത്തിന് പോയേക്കല്ലെന്ന് ഞാൻ പറഞ്ഞു അവനോട്. ഇനി നീ മേലാ ധ്യാനത്തിന് പോയേക്കല്ല, മതി വീട്ടിൽ ഇടാന്ന് പറഞ്ഞു. ഒരു അവധിക്ക് വന്നിട്ട് 3 ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കഴിഞ്ഞിട്ട് വന്നിട്ട്. പക്ഷേ അവൻ്റെ ദൈവം വലിയ ദൈവമായിരുന്നു. അവൻ്റെ 3ാമത് ധ്യാനം കഴിഞ്ഞപ്പം അവന് നല്ലൊരു മാലാഖ കൊച്ചിനെ പോലത്തെ ഒരു പെൺകൊച്ച് കല്യാണമായിട്ട് വരിക. കഴിഞ്ഞ വ്യാഴാഴ്ച അവൻ്റെ കല്യാണവും കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇമ്പോസിബിൾ. വരും, അപ്പം വരും, അച്ഛാ ഇത്തവണയിലും നടക്കുമോ? ഞാൻ പറയും നടക്കും. അവൻ തിരിച്ചു പോവും, അവൻ്റെ നടക്കത്തൊന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 10-20 ദിവസത്തെ അവധിക്ക് വന്നിട്ട് പിന്നെ കല്യാണമായ ഒരാഴ്ച കൊണ്ട് അവധിക്ക് നീട്ടിയെടുത്തെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കത്തിക്കയറത്തില്ല ദൈവത്തിലേക്ക്. വായിച്ചു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലേ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ഒരു വാക്കാണ്. നിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ സെബാസ്റ്റ്യൻ, തമ്പുരാൻ പറയാം, സെബാസ്റ്റ്യൻ നിന്നെ ഞാൻ മറക്കില്ല. എൻ്റെ പൊന്നുകുട്ട, മോനെ, മോളെ, നിങ്ങളോട് ദൈവം ഇപ്പം പറയുന്നൊരു കാര്യം ഇതാ മക്കളെ. നിങ്ങൾ ഈ സമയത്ത് ചൊവ്വാഴ്ച ദിവസം ഈ 9-9:15 മണിക്ക് ഇവിടെ വന്നിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ദൈവത്തെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അത്രയ്ക്ക് നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം. വിദേശ രാജ്യങ്ങളിൽ വെളുപ്പാങ്കാലത്തിരുന്നോട് കുത്തിയിരിക്കുന്ന മനുഷ്യരെ കണ്ടോ? ഇതിനപ്പുറത്ത് കുറച്ച് മനുഷ്യന്മാരുണ്ട്. വെളുപ്പാങ്കാലത്ത് പാതിരാക്കും വെളുപ്പിന് 3 മണിക്കും. നിങ്ങൾക്ക് 9 മണിക്ക് കാപ്പി കുടിച്ച് ഇവിടെ വന്നിരുന്നാൽ മതി. വിദേശ രാജ്യങ്ങളിൽ അലാം വെച്ച് എഴുന്നേറ്റ് ഈ സമയത്ത് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട്. വെളുപ്പാങ്കാലത്ത് 3 മണിക്കും പാതിരാക്കും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവര്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ അനുഗ്രഹം ആദ്യത്തെ കുഞ്ഞിനാ കിട്ടുന്നത്. വെളുപ്പാങ്കാലത്ത് 3 മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിക്ക് പോകേണ്ട ദിവസമാണ് രാവിലെ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ രോഗക്കിടക്കെ കിടന്നുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഗക്കിടക്കെ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ ഞാൻ മറക്കില്ല. I will never ever forget you. പോരെ മക്കളെ, നിങ്ങൾക്കിത് ഇതിനപ്പുറത്തെ സുവിശേഷം ഞാൻ നിങ്ങളോട് ഇന്ന് പ്രസംഗിക്കേണ്ടത്. തമ്പുരാൻ കർത്താവ് ജൂലൈ മാസം ആദ്യ ചൊവ്വാഴ്ച 2-ാം തീയതി, ജൂലൈ 2-ാം തീയതി ഞാൻ നിങ്ങളെ മറക്കത്തില്ല.
നീ ഇന്നിവിടെ ഇത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണീര് ദൈവം മറക്കത്തില്ല. ഇന്ന് ഈ കൂടാരത്തിൽ നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്റെ നിലവിളി ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുക, ഇസ്രായേലേ, ഞാൻ നിന്നെ മറക്കില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും. നമുക്കൊക്കെ പ്രാർത്ഥിക്കാനൊരു തടസ്സം നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്. ദൈവം എന്നും പുതിയവനാ മക്കളെ. His love is new. ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ്. ഇപ്പൊ നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത്. ഇന്നലെ നീ എങ്ങനെ ഇരുന്നു എന്നുള്ള കാര്യം കർത്താവിന് വിഷയമല്ലെന്ന്. മാനസാന്തരം ഈ നിമിഷത്തിന്റെ അനുഭവമാണ്. ഈ നിമിഷം മുതലുള്ള അനുഭവത്തിലാണ് കർത്താവ് അഭിഷേകം തരാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമുക്ക് പലപ്പോഴും കുറ്റബോധം, ദൈവമേ എന്നെ നീ അനുഗ്രഹിക്കുമോ? നിന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, നീ എന്റെ പാപങ്ങൾ ക്ഷമിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മകളെന്നോട് പറയുമായിരുന്നു, ഒരു മാലാഖ കൊച്ച, പക്ഷെ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ മുഴുവൻ പിക്ക് ഓഫ് കോൺഷ്യസാ. ഒരു മനക്കടിയാ. ആ പാപം പറഞ്ഞോ, ഈ പാപം പറഞ്ഞോ, മറ്റേ പാപം പറഞ്ഞോ, മറിച്ച പാപം പറഞ്ഞോ. നീ കരുതി കൂട്ടി ഒരു പാപം പറയാതെ കള്ളക്കുമ്പസാരവാ. നീ കരുതി കൂട്ടി അച്ഛനിത് പിടികിട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് നീ ഉരുട്ടി മറിച്ച് പറയുന്ന പാവം, അത് കള്ളക്കുമ്പസാരവാ. അതെ, അച്ഛനും പിടികിട്ടല്ല, എന്നാലും പറഞ്ഞില്ല. അങ്ങനെ കുമ്പസാരിപ്പിക്കുക. അച്ഛനെ കളിപ്പിക്കാൻ വേണ്ടി നോക്കല്ലേ മക്കളെ. അത് അച്ഛനിത് മനസ്സിലാവരുന്ന് പറഞ്ഞ് ഉരുട്ടിക്കൂടി. അല്ല, ഒച്ചപ്പാടുള്ളപ്പോഴത് പെട്ടെന്ന് പറഞ്ഞു തീർന്നില്ല. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് എന്നോട് അച്ഛൻ കരഞ്ഞാ കുമ്പസാരിച്ചത്. അത് കഴിഞ്ഞ് കുർബാനയെ സ്വീകരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. ആ പാപം പറഞ്ഞു, ഈ പാപം പറഞ്ഞു. ഒരു വൈദികന്റെ ആശീർവാദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നീ ഇപ്പം പറഞ്ഞു പോയ പാപങ്ങളും മറന്നുപോയ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും മക്കളെ. ദൈവമാല കണക്കെഴുതി വെച്ചിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം എന്ന് നിങ്ങൾക്കറിയാലോ. പാട്ടുപാടി ഉറക്കുന്ന, പാട്ടുപാടി നടക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കണക്ക് പറഞ്ഞ് വിഷമിപ്പിക്കുന്ന ഒരു ദൈവമല്ല. പാട്ടുപാടി അഭിഷേകം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നറിയാവോ? നമ്മളൊക്കെ കണക്ക് പറഞ്ഞ് നടക്കുന്നവരാ, പക്ഷെ പാട്ടുപാടി ഒരമ്മ കുഞ്ഞിനെ പാട്ടുപാടി ഉറക്കുന്നത് പോലെ നിന്നെ പാട്ടുപാടി അഭിഷേകത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്ക് പറഞ്ഞ് നിന്നെ ഭാരപ്പെടുത്തുന്ന ദൈവം അല്ല മക്കളെ. ഇവിടത്തെ വലിയൊരു ദുരന്തം ഇതാ, വായിച്ചേ. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു. അത്രേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുമ്പോ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോ നീ പാപം. ദൂർത്തപുത്രന്റെ ഉപമയറിയാലോ. എന്നാവും പറഞ്ഞത്? അപ്പൻ എന്നാ കേട്ടെ? ഓർത്താ മതി മക്കളെ. എന്തൊരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മൾ വിളിക്കുന്നറിയാവോ? എത്ര വലിയൊരു ആനന്ദത്തിലേക്ക് ദൈവങ്ങൾ ആത്മാർത്ഥ. ചിലപ്പോൾ അപ്പോഴും പറഞ്ഞ കാര്യമാണ്, കുമ്പസാരത്തിൽ ആത്മാർത്ഥമുണ്ട് നീ വാവിട്ട് നിലവിളിക്കും. കുമ്പസാരത്തിൽ ആത്മാർത്ഥ നീ വാവിട്ട് നിലവിളിക്കും. നീ വാവിട്ട് നിലവിളിച്ച് അവർ കുമ്പസാരം നടത്തിയെങ്കിൽ ആ സമയത്ത് നീ ഒരു വിശുദ്ധനായി മാറും. ഇല്ലാത്തവരാരും വിശുദ്ധരുമായിട്ടില്ല. ആരുടെ പാപം കഴുകപ്പെട്ടിട്ടില്ല. അവിടെ ചെന്നിട്ട് 14 തവണ അത്, 17 തവണ ഇത്, 14 തവണ എന്ന് പറയുന്നത് നീ വാവിട്ട് നിലവിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണൊന്നും നനഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുമ്പസാരം സത്യകുമ്പസാരം അല്ല കള്ളക്കുമ്പസാരമായിട്ടത് മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതൊരു മൂടൽമഞ്ഞ് പോലെ നീക്കിക്കളയാനുള്ളതേ ഉള്ളൂ നിന്റെ പാപങ്ങൾ. എന്നിലേക്ക് തിരിച്ചു വരിക. കം ബാക്ക് ടു മീ. കർത്താവ് വിളിക്കുന്നുണ്ട് മക്കളെ. ഇന്നിവിടെ ഇരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, എന്നിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുക. ഐ ഹാവ് സേവ്ഡ് യു, ഐ ഹാവ് റിഡീംഡ് യു. എന്തൊരു വലിയ ശബ്ദമായി! നിന്നെ രക്ഷിച്ചെന്ന്, നിന്റെ കടം മാറ്റിയെന്ന്, ഞാൻ നിന്റെ കടം അടച്ചെന്ന്. 10 കോടി രൂപയുടെ ജപ്തി വരാൻ പോവാ. നിന്റെ ജപ്തി ഇനി വരത്തില്ല. നിന്റെ കടം ഞാൻ പേ ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചതിപറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശങ്ങളെ സ്തുതി പാടുക. കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. നോക്കിയോ, പിന്നെ ഈ മനുഷ്യന് ഭ്രാന്ത. ദൈവസ്നേഹം അനുഭവിച്ചവർക്കൊക്കെ ഭ്രാന്ത് പിടിക്കും മക്കളെ. ദൈവസ്നേഹം അനുഭവിച്ചവരൊക്കെ ഭ്രാന്ത് പിടിക്കും. നിപ്പി അവൻ ദൈവത്തെ സ്തുതിച്ച് കളയും. നീ വലിയ ബുദ്ധിമാനും യുക്തിമാനൊക്കെ ആയിട്ട് നടന്നോളൂ. നിനക്കൊരു കൃപ കിട്ടാനുണ്ട് കൊച്ചേ. നീ ഒരു അലകിയ ഹല്ലേലൂയ ഇങ്ങനൊന്നുമല്ല വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എനിക്കറിയാം ചില ഹല്ലേലൂയ, ചില ദിവസങ്ങൾ ഉച്ച കഴിഞ്ഞൊരു ഹല്ലേലൂയ വിളിയുണ്ട്. ഏറ്റവും പുറകീന്ന് വരുന്നൊരു ഹല്ലേലൂയ, അവിടെ നിന്നൊരു വിളി വരും. ഒരു 14 വയസ്സുള്ള മാനസിക വൈകല്യമുള്ളൊരു കുട്ടിയുടെ ഹല്ലേലൂയ എനിക്കവനെ അറിയാം നന്നായിട്ട്.
ഉച്ചയ്ക്ക് 2 മണിക്കത്തെ ശുശ്രൂഷയ്ക്ക് അമ്മയും മോനും കൂടെ വരുന്നത്. ഞാനിവിടെ ഹല്ലേലൂയ വിളിക്കുമ്പോൾ അവിടുന്ന് ഒച്ചത്തിൽ ഹല്ലേലൂയ വരും. ഏറ്റവും പുറയിൽ അവിടെയാണ് അവർ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടുന്ന് ഒരു ഒച്ചത്തിൽ ഹല്ലേലൂയ. അവൻ ആ ഹല്ലേലൂയ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? അവന് മാനസിക വൈകല്യമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ശരിക്കും മനസ്സുള്ള ഒരുത്തനെ അതിനകത്ത് ഇരിപ്പുള്ളൂ. ബാക്കി 2 മണിക്ക് ഇരിക്കുന്ന എല്ലാം മാനസിക വൈകല്യങ്ങളുള്ളവരാണ്. ഞാൻ പറഞ്ഞ തിരിച്ചു പറയുക, ഒരു ഹല്ലേലൂയ ഒറ്റയ്ക്ക് പറയാൻ പറ്റാത്തവർക്കൊക്കെ മാനസിക വൈകല്യങ്ങളുണ്ട്. ആത്മീയ വൈകല്യം ഉള്ളത് കൊണ്ട് ഒച്ചത്തിൽ ഒരു ഹല്ലേലൂയ വിളിക്കാൻ പറ്റാത്തത്. അങ്ങനെ സത്യമായിട്ട് പറയാം, ആരെയും വിഷമിപ്പിക്കാൻ പറയുന്നല്ല. നിനക്കെല്ലാം മറന്ന് കരങ്ങൾ ചിലക്ക് നൃത്തം ചെയ്യുന്ന കാണാം ഇവിടെ. എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കാം അവൻ പൊട്ടനാന്ന്. നൃത്തം ചെയ്യാത്ത നീയാ പൊട്ടൻ. നൃത്തം ചെയ്യുന്ന അവൻ അഭിഷേകത്തിൽ നിൽക്കുക. ഹല്ലേലൂയ, 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 പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പ് വിളിക്കുക. എന്ത് ഇവന് പട്ടുപിടിച്ചു, യെശയ്യായ്ക്ക് പട്ടുപിടിച്ചു. പറയുക ഭൂമിയെ പാട, ആകാശമേ പാട, ഭൂമിയെ പാട, നദികളെ പാട, വൃക്ഷങ്ങളെ പാട, പക്ഷികളെ പാട, സമുദ്രമേ പാട, നദികളെ പാട. ഭ്രാന്തനെ നോക്കി നിങ്ങളെല്ലാം കൂടി ഇരുന്നു. നിങ്ങൾക്ക് ഭ്രാന്ത്, എനിക്കല്ല ഭ്രാന്ത്. ജീവിതത്തിൽ സങ്കടം വരുമ്പോ ആ സങ്കടം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പ് വിളിക്കുക, പർവ്വതങ്ങളെ, വനമേ, വനവൃക്ഷങ്ങളെ ആർത്തുപാടുക. കട്ടായിപ്പോയി. ദൈവസ്നേഹം നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കണം മക്കളെ. കാരണം ഈ ഭൂമിയുടെ ഒരു ക്രമത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ക്രമത്തിലേക്ക് നീ മാറുക. സ്വർഗത്തിന്റെ ക്രമത്തിലേക്ക് നീ മാറുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർത്തുപാടുക. കാരണം എന്താ? കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. യാക്കോബ് എന്ന വഞ്ചകനെ, സെബാസ്റ്റ്യൻ എന്ന വഞ്ചകനെ, തോമസ് എന്ന വഞ്ചകനെ, ജോസഫ് എന്ന വഞ്ചകനെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നു. ഓ, ഇവിടെ ഇരിക്കുന്ന എല്ലാം പുണ്യാളന്മാരും പുണ്യാളത്തിമാരുവാ. ഹല്ലേലൂയ. നോക്ക്, ഒരു കുർബാന കഴിയുമ്പോൾ നീ വാവിട്ട് നിലവിൽ തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിലൊക്കെ കൺവെൻഷൻ കഴിയുമ്പോൾ എല്ലാവരും കൂടെ തുള്ളിച്ചാടി പാട്ടുപാടി സ്തുതിക്കും ദൈവത്തെ. ചിലയിടത്ത് പോയാൽ ശവോടക്കായിട്ടേ ഉള്ളൂ, അനങ്ങത്തില്ല. കൈയും കാലും അനങ്ങാത്ത കുറച്ച് മനുഷ്യർ കാണാം. ചിലയിടത്ത് ചെന്നാൽ കൈകൾക്കും കാലുകൾക്കും സ്വാതന്ത്ര്യം കിട്ടിയ മക്കളെ കാണാം. അവർ തുള്ളിച്ചാടി എല്ലാം മറന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ മനസ്സോടെ അവർ ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയുണ്ട് മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഇനി നിന്റെ വാതുഹന്ന ദൈവത്തെ പറ്റിയേ പറയത്തുള്ളൂ. ഇനി നിന്റെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കാനുള്ളതാ, ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പറയാനാ. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ, ഓർക്കണം മക്കളെ, കയ്യും കാലും ഇല്ലാത്തവരെയൊക്കെ കാണുമ്പോഴും നീ ഓർക്കണം, എനിക്കെന്താണോ 2 കയ്യും 2 കാലും കിട്ടിയെന്ന്. വെറുതെ ഒന്ന് കാണിച്ചാൽ മതി, ഉത്തരവൊന്നും വെച്ചാൽ പറയണില്ല. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കണം, എനിക്കെന്തിനാ ദൈവമേ 2 കണ്ണിന് നീ കാഴ്ച തന്നത്? ചെവി കേൾക്കാത്തവരെ കാണുമ്പോൾ ഓർക്കണം, ദൈവമേ എൻ്റെ 2 ചെവിക്കും എന്തിനാ നീ കേൾവി തന്നത്? ഊമരെ കാണുമ്പോൾ നീ ചോദിക്കണം, ദൈവമേ എൻ്റെ നാവിനെന്തിനാ നീ ചലനം തന്നത്? എൻ്റെ വായ്ക്കകത്ത് എന്തിനാ വാക്കുകളെ നീ തന്നത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് പാട്ടില്ല ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ നാക്ക് തന്നിരിക്കുന്നത്? മറ്റുള്ള കുറ്റം പറയാൻ വേണ്ടിയിട്ടോ? നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന. ഹല്ലേലൂയ. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനുണ്ട്, ഞാനാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ വന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് നിന്റെ കർത്താവ്, നിന്റെ ദൈവം, നിന്റെ രക്ഷകൻ, നിന്റെ നാഥൻ, നിന്റെ സൗഖ്യദായകൻ, നിന്റെ രക്ഷകൻ, നിന്റെ വിമോചകൻ,
രക്ഷകൻ, വിടുതലിന്റെ ദൈവം, സൗഖ്യത്തിന്റെ ദൈവം, കരുണയുടെ ദൈവം. ഇരു കരങ്ങളും ശ്രദ്ധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളുക. ഇതാ നിന്റെ പാപങ്ങളെ കാർമേഘം പോലെ, ഇതാ നിന്റെ തെറ്റ് പാപങ്ങള് ഇതാ മൂടൽ മഞ്ഞ് പോലെയും മാറ്റിക്കളയുന്ന കർത്താവ്. ഇതാ നീ എന്റെ ദാസനാണ്, നിന്നെ ഞാൻ ഓർത്തിരിക്കുന്നു, നിന്നെ ഞാൻ അഭിഷേകം കൊണ്ട് തകർത്തിരിക്കുന്നു, നിന്റെ മേൽ കൃപയുന്നു, നിന്റെ മേൽ സൗഖ്യം. ലോകമെമ്പാടും ഇപ്പോൾ ശുശ്രൂഷകളിൽ പങ്കെടുത്ത സകലരുടെ മേലും ദൈവത്തിന്റെ ശക്തി പ്രസരിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി പ്രസരിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ